അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറൻ മസീദൻ ഇലാ യൗമിദ്ദീൻ. ഏറെ സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിത ക്രമപ്പെടുത്തണേ എന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഉപദേശിക്കുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. അത് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ അൻകബൂത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ആയത്തെത്തി? 60-ാമത്തെ ആയത്ത് വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. നമുക്ക് ഇൻഷാ അല്ലാഹ് മുഴുവൻ ഈ സൂറത്ത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കണം. അരമണിക്കൂറില്ല. എക്സാമിനെ കുറിച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് എക്സാം എഴുതി മാർക്ക് വാങ്ങുക എന്നതിനപ്പുറം ഖുർആൻ പഠിക്കാനുള്ളൊരു സൗകര്യം നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്ന ചിന്തയാണ് നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത്. പഠിച്ചോ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറയാണ്, യാ ഇബാദി അല്ലദീന ആമനു ഇന്ന അർളി വാസിഅ ഫഇയ്യായ ഫഅബ്ദൂൻ. എൻ്റെ അടിയാളുകളെ, നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ ഭൂമി വളരെ വിശാലമാണ്. അതുകൊണ്ട് നിങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകണം എന്ന് മുഅ്മിനീങ്ങളോട് പറയാം. നിങ്ങളുടെ നാട് ഉപേക്ഷിച്ച് മറ്റൊരു നാട്ടിലേക്ക് നിങ്ങൾക്ക് പോകുമ്പോൾ ഒരുപാട് ആശങ്കകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒന്ന്, മരണം പിടിപെടാൻ സാധ്യത ഉണ്ട്. മദീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മദീനയിലെ പനി പേരുകേട്ടൊരു രോഗമായിരുന്നു. അതാണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുഹഫയിലേക്ക് മാറ്റാൻ വേണ്ടി പ്രാർത്ഥിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ പോയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള പല സഹാബിമാർക്കും ആ പനി പിടിപെട്ടു എന്നാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജുഹഫയിൽ ജനിക്കുന്ന ഏതൊരു കുട്ടികളും ഒരു അസുഖം പിടിപെടാതെ ജനിക്കാറുണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രം സൂചിപ്പിക്കുന്നത്. ഇന്ന് ജുഹഫുണ്ടോ? ജുഹഫയിൽ താമസമുണ്ടോ? ഉണ്ടാവും. ജുഹഫയിൽ താമസമില്ല. ജുഹഫയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മീഖാത്തായി നിർണയിച്ച സ്ഥലമാണ്. അപ്പോൾ അതിനെ ആ ജുഹഫയിലെ മീഖാത്ത് മുഹാദാത്തായിക്കൊണ്ട്, അഥവാ അതിൻ്റെ അതേ ലെവലിൽ ക്രമീകരിച്ചു കൊണ്ട് റാബിഗിലാണ് ഇന്ന് മീഖാത്തുള്ളത്. ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ അസുഖം കാരണം അല്ലെങ്കിൽ മരണം നിങ്ങൾക്ക് പിടിപെടും എന്ന് പേടി ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അള്ളാഹു പറഞ്ഞു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കാനുള്ളത് തന്നെയാണ്. സുമ്മ ഇലൈനാ തുർജഊൻ, പിന്നീട് എല്ലാവരും മടക്കപ്പെടുവാനുള്ളത് അള്ളാഹുവിങ്കലേക്കാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. പിന്നെ അവർക്കുണ്ടായിരുന്ന ഒരു ആശങ്ക റിസ്ക്കിനെ കുറിച്ചാണ്. ഇവിടെ ജോലിയുള്ള ആളുകളാണ്, ഇവിടെ സമ്പത്തുള്ള ആളുകളാണ്, ഇവിടെ കച്ചവടം ചെയ്തിരുന്ന ആളുകൾ. മക്കയിലെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടക്കാരാണ്, ബിസിനസ്സുകാരാണ്. മദീനയിലുള്ള ആളുകൾ കർഷകരാണ്. ബിസിനസ്സിൻ്റെ പ്രൊഫഷൻ തന്നെ വ്യത്യാസമുണ്ട്. രണ്ട് നാടിൻ്റെയും പ്രൊഫഷൻ തന്നെ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയാൽ അത് നിങ്ങളെ റിസ്കിനെ ബാധിക്കും എന്ന് പല ആളുകൾക്ക് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അള്ളാഹ് പറഞ്ഞതാണ്, വകഅയ്യിൻ മിൻ ദാബത്തിൻ ലാ തഹ്മിലു റിസ്ഖഹ അല്ലാഹു യർസുഖുഹാ വഇയ്യാകും. അജുവത് അസീഫ്. വകഅയ്യിൻ മിൻ ദാബത്തിൻ ലാ തഹ്മിലു റിസ്ഖഹ അല്ലാഹു യർസുഖുഹാ വഇയ്യാകും. എത്രയെത്ര ജീവികളാണ് അവർക്ക് വേണ്ട റിസ്ക് അവർ വല്ലതും സൂക്ഷിച്ചു വെക്കണം. അപ്പോൾ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ധാന്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ചര്യനുണ്ടായിരുന്നല്ലോ, ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കുക. സ്വന്തം വീട്ടുകാർക്കുള്ള ധാന്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 1 വർഷത്തേക്കും 2 വർഷത്തേക്കൊക്കെ ഉള്ള ധാന്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്നു എന്ന് സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ ഒന്ന് ദൃഢമായപ്പോൾ ചെയ്തിരുന്ന കാര്യങ്ങളാണ് അതൊക്കെ. പക്ഷേ മനുഷ്യർക്ക് മാത്രമാണ് അത് ചെയ്യാൻ സാധിക്കുള്ളൂ. പൊതുവേ ജീവികൾക്ക്, ഉറുമ്പുകൾക്കൊക്കെ പറയപ്പെടുന്നുണ്ടെങ്കിലും ജീവികൾ പലതും അങ്ങനെ ശേഖരിച്ചു വെക്കാൻ പ്രാപ്തിയില്ലാത്ത ജീവികളാണ്. പക്ഷെ അവരൊക്കെ ജീവിച്ചു പോകുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കണം. വകഅയ്യിൻ മിൻ ദാബത്തിൻ ലാ തഹ്മിലു റിസ്ഖഹ അല്ലാഹു യർസുഖുഹാ വഇയ്യാകും. അള്ളാഹുവാണ് അങ്ങനെയുള്ള ജീവികൾക്കെല്ലാം
ഉപജീവനം നൽകുന്നത്, ആ റബ്ബ് തന്നെയാണ് നിങ്ങൾക്കും റിസ്ക് നൽകുന്നത്. വബൂ സമീഉൽ അലീം, അവനെല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പോൾ മുസ്ലിമീങ്ങളുടെ ആശങ്കകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റുകയും ഒരു ഹിജ്റക്ക് വേണ്ട ഒരു മനസ്സിനെ പാകപ്പെടുത്തുകയും ചെയ്യുകയാണ് ആ ഒരു ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി മുസ്ലിമീങ്ങളോട് കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം മുശ്രിക്കീങ്ങളെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർന്നുള്ള ആയത്തുകളിൽ പറയുന്നത്. അപ്പോൾ നമുക്കൊക്കെ കേട്ട് ശീലമുള്ള ആയത്തുകളാണ്. വലഇൻ സഅൽതഹും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, വലഇൻ സഅൽതഹും, പ്രവാചകരെ താങ്കളെങ്ങാനും മുശ്രിക്കുകളോട് ചോദിച്ചാൽ. സഅല എന്ന് പറഞ്ഞാൽ എന്താ? ചോദിക്കുക. സഅൽത, സഅൽത അതാ അങ്ങനല്ല, നീ ചോദിക്കുക. ഹും, നീ അവരോട് ചോദിക്കുകയാണ് എങ്കിൽ, വലഇൻ സഅൽതഹും, നീ അവരോട് ചോദിക്കുകയാണ് എങ്കിൽ. ആരോടാണ് ഉദ്ദേശിക്കുന്നത്? മക്കയിലെ മുശ്രിക്കുകളോട് പ്രവാചകരെ താങ്കൾ ചോദിക്കുകയാണ്. മൻ ഖലഖസ് സമാവാതി വൽ അർദ്, മൻ ആരാണ്, എന്താണ് ചോദിക്കേണ്ടത്? മൻ ആരാണ്? ഖലഖ, ഖലഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുക. അസ്സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചതാരാണ് എന്ന് നീ അവരോട് ചോദിക്കുകയാണ് എങ്കിൽ. വസഖറ, സഖറ എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുത്തുക. വസഖറ ശംസ, സൂര്യനെ കീഴ്പ്പെടുത്തിയത് ആരാണ്? വൽ ഖമറ, ചന്ദ്രനെയും കീഴ്പ്പെടുത്തിയത് ആരാണ് എന്ന് പ്രവാചകരെ മക്കയിലെ മുശ്രിക്കുകളോട് താങ്കൾ ചോദിക്കുന്നു എങ്കിൽ, ഇനി അതിൻ്റെ ജവാബാണ് ലയഖൂലുന്നല്ലാഹ്, അവർ പറയുക തന്നെ ചെയ്യും, അള്ളാഹുവാണ് ഇതെല്ലാം ചെയ്യുന്നത്. അഥവാ ആകാശങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, ഭൂമിയെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, ആകാശത്ത് കാണുന്ന സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ് എന്ന് അവർ പറയുക തന്നെ ചെയ്യും. ഫഅന്ന, പിന്നെ എങ്ങനെയാണ് യുഫ്കൂൻ, അവർ സത്യത്തിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാം. അപ്പോൾ ഈ ആയത്ത് വ്യക്തമാണ്, മക്കയിലെ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസമുണ്ടായിരുന്നു. അള്ളാഹുവാണ് സൃഷ്ടാവ്, അള്ളാഹുവാണ് മഴ പെയ്യിപ്പിക്കുന്നത്, അള്ളാഹുവാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, അതിലുള്ള ചന്ദ്രനെയും സൂര്യനെയും എല്ലാം സൃഷ്ടിച്ചത് അള്ളാഹുവാണ് എന്ന വിശ്വാസം മക്കയിലെ മുശ്രിക്കുകൾക്കുണ്ടായിരുന്നു. ഈ വിശ്വാസം കൊണ്ട് മാത്രം ഒരു മുസ്ലിമീങ്ങളായോ? ഇല്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു വിഭാഗം സൂഫികൾ പറയണത് എന്താ? അല്ലാഹ് ഖാലിഖാണ് എന്ന് വിശ്വസിച്ചാൽ പിന്നെ മറ്റുള്ള സൃഷ്ടികളോട് എന്ത് ചോദിച്ചാലും ശിർക്കല്ല. അള്ളയാണ് ഖാലിഖ്, അള്ളാഹു അല്ലാതെ മറ്റൊരു ഖാലിഖ് ഇല്ല എന്ന് വിശ്വസിക്കുകയും ഒരു വ്യക്തിയോട്, ഒരു വലിയനോട് അത് സ്രഷ്ടാവല്ല എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് എന്ത് തന്നെ ചോദിച്ചാലും അതൊന്നും ഷിർക്കല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അവരോട് ചോദിച്ചു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ സത്യത്തിൻ്റെ നേരിൻ്റെ മാർഗത്തിലേക്ക് വഴി നടത്തണേ എന്ന് ഒരു വലിയനോട്, ആ വലിയ സൃഷ്ടാവല്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഒരു വ്യക്തി ചോദിച്ചാൽ അത് ഷിർക്കാവോ എന്ന് ചോദിച്ചപ്പോൾ അതും ഷിർക്കാവൂല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, മക്കയിലെ മുശ്രിക്കുകൾക്ക് അള്ളാഹു ആണ് എല്ലാത്തിൻ്റെയും സൃഷ്ടാവ് എന്ന വിശ്വാസമുണ്ടായിരുന്നു. എന്നിട്ട് കൂടി ഇസ്ലാം പരിചയപ്പെടുത്തിയത് അവരെ മുശ്രിക്കുകളായിട്ടാണ്. എവിടെയാണ് അവർക്ക് പിഴച്ചത്? തൗഹീദുർ റുബൂബിയ്യ അഥവാ അള്ളാഹു ചെയ്യുന്ന കാര്യങ്ങൾ, അള്ളാഹു ചെയ്യുന്ന കാര്യമാണ് മഴ പെയ്യിപ്പിക്കുക, സൃഷ്ടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പാരസ്മേഴ്സ് പഠിച്ചതാണ്. അപ്പോൾ അതിൽ അവർക്ക് മൊത്തത്തിലുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ തൗഹീദുൽ ഉലൂഹിയയിൽ അവർ ചെയ്യുന്ന ആരാധനകളിൽ അവർ പലപ്പോഴും അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട കർമ്മങ്ങളെ മറ്റുള്ളവരിലേക്കും ലാത്ത, ഉസ്സ, മനാത്ത എന്ന അവരുടെ മറ്റു ആരാധന്മാർക്കും അവർ വകവെച്ചു കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് അവരെക്കുറിച്ച് മുശ്രിക്കുകൾ എന്ന് പറഞ്ഞത്. നോക്കി നിങ്ങൾ, പ്രമാണങ്ങളും സൂചിപ്പിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. അള്ളാഹു മാത്രമാണ് ഖാലിഖ് എന്ന് വിശ്വസിച്ചുകൊണ്ട് മറ്റുള്ളവർ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട്
മറ്റുള്ള ആളുകളോട് എന്ത് പ്രാർത്ഥിച്ചാലും ഷിർക്കാവുകയില്ല എന്ന അധ്യാപനമല്ല യഥാർത്ഥത്തിൽ പ്രമാണങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്താണ് തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക കീഴടക്കി, ഫത്ഹു മക്ക അഥവാ ഹിജറ 8-ാം വർഷം മക്ക കീഴടക്കി. പക്ഷെ ത്വായിഫ് മുസ്ലിമീങ്ങൾ കീഴടക്കിയിട്ടില്ല. ത്വായിഫ് മക്കയിൽ നിന്ന് അധികം ദൂരത്തല്ല. മക്ക മാത്രം കീഴടക്കിയാൽ മക്കയിൽ മുസ്ലിമീങ്ങൾക്ക് സേഫായി നിൽക്കാൻ പറ്റൂല. ത്വായിഫ് കൂടി കീഴടക്കണം. ഇന്ന ഹവാസിൻ അക്കാനു ഖൗമൻ റുമാതൻ. ആ ത്വായിഫിലുള്ള ആളുകൾ ഹവാസിൻ ഗോത്രക്കാർ പേര് കേട്ട അമ്പെയ്ത്തുകാരാണ്. യുദ്ധത്തിൽ നല്ല പ്രാവീണ്യം ലഭിച്ച ആളുകളാണ്. അതുകൊണ്ട് അവിടെയും പോയി പിടിച്ചടക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിക്കുകയും മുസ്ലിമീങ്ങളെ കൂട്ടി പുറപ്പെടുകയാണ്. 10,000-ഓളം വരുന്ന മുസ്ലിമീങ്ങളാണ് മദീനയിൽ നിന്ന് മക്ക കീഴടക്കാനായി വന്നത്. പക്ഷേ ഹുനൈൻ യുദ്ധത്തിന് പോയ, അതാണ് ഹുനൈൻ യുദ്ധത്തിന് പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈന്യത്തിൽ 12,000 പേരുണ്ടായിരുന്നു. 2,000 പേർ മക്കാ ദിവസം പുതുതായി ഇസ്ലാം സ്വീകരിച്ച ആളുകളാണ്. മക്കാ ദിവസം പുതുതായി ഇസ്ലാം സ്വീകരിച്ച മക്കക്കാരായിരുന്ന ആളുകളാണ്. അവരെക്കുറിച്ചാണ് തുലഖ എന്ന് ഇസ്ലാമിൽ ചരിത്രത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 12,000 ആളുകളെ കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പോവാണ് ഹുനൈൻ യുദ്ധത്തിൽ. പറയാം, നഹ്നു ഹുദതാതു അഹദിൻ ബികുഫ്രിൻ വലിൽ മുശ്രികീന സിദ്റത്തുൻ യഅകിഫൂന ഇൻദഹ വയനൂതുന ബിഹാ അസ്ലിഹതഹു. അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, മുസ്ലിമീങ്ങൾ ഇങ്ങനെ ഹുനൈൻ യുദ്ധത്തിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാഴ്ച കാണാൻ, മുശ്രികീങ്ങൾക്കൊരു മരമുണ്ട്. ആ മരത്തിൻ്റെ പ്രത്യേകത, ആ മരത്തിൽ അവർ അവരുടെ വാളുകൾ കെട്ടിത്തൂക്കും. എന്തിനാണ്? വാളിനൊരു പ്രത്യേക പവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ മരത്തിന്മേൽ ഇവർ കെട്ടിത്തൂക്കും. ഒരു ബറക്കത്ത് ഉണ്ടാകും ആ മരത്തിന്മേൽ വാള് കെട്ടിത്തൂക്കിയാൽ എന്ന് അവർ വിശ്വസിച്ചു പോരുന്നു. ഇത് കണ്ട മുസ്ലിമീങ്ങൾ, പുതു മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഇജ്അൽ ലനാ ദാത അൻവാതിൻ കമാ ലഹും ദാതു അൻവാത്. പ്രവാചകരെ, ഓൽക്കൊക്കെ ബറക്കത്തിന് വേണ്ടി വാള് കെട്ടിവെക്കാൻ ഒരു മരമുണ്ട് എന്നതുപോലെ ഞങ്ങൾക്കും ഒരു മരത്തെ പ്രവാചകരെ താങ്കൾ നിശ്ചയിച്ചു തരണം. സ്വഹാബാക്കളുടെ വിശ്വാസം അള്ളാഹു അല്ലാത്ത വേറൊരു ഖാലിഖ് ഉണ്ട് എന്നുള്ള വിശ്വാസം ഉണ്ടാവും അവർക്ക്. ആ മരം ഖാലിഖാണ്, സ്രഷ്ടാവാണ് എന്ന വിശ്വാസം അവർക്ക് ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവൂല. ആ വിശ്വാസം ഇല്ലാത്തവരായിക്കൊണ്ടാണ് അവർ സംസാരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് മറുപടി പറയാണ്, അല്ലാഹു അക്ബർ, അള്ളാഹു എത്ര വലിയവൻ. ഇന്ന ഹസ്സനൻ, ഇതൊരു ചര്യയാണ്. ഖുൽതും വല്ലദീ നഫ്സി ബിയദിഹി കമാ ഖാലത് ബനു ഇസ്രാഈൽ ലിമൂസ. നിങ്ങൾ ഈ പറഞ്ഞ വാക്കുണ്ടല്ലോ, ആ വാക്ക് യഥാർത്ഥത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ബനു ഇസ്രായേലുകാർ പറഞ്ഞ അതേപോലുള്ള വാക്കാണ്. എന്താണ് ബനു ഇസ്രായേലുകാർ പറഞ്ഞത്? ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. അവർക്കൊക്കെ ഒരുപാട് ആരാധ്യന്മാരുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ആരാധ്യനെ മൂസാ നീ നിശ്ചയിച്ച് തരണം എന്ന് ബനു ഇസ്രായേലുകാർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു. അതുപോലെയുള്ള വാക്കാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത്. അള്ളാഹു അല്ലാത്ത വേറൊരു ആരാധ്യനെ ചോദിച്ച ചോദ്യത്തിന് സമാനമായൊരു വാക്കാണ് നിങ്ങൾ പറഞ്ഞത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ച് തിരുത്തി കൊടുക്കുകയാണല്ലോ. അപ്പോൾ ഒരിക്കലും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ഖാലിഖല്ല എന്നുള്ള വിശ്വാസം നിങ്ങളെ മനസ്സിലുണ്ട്, അതോട് യാതൊരു പ്രശ്നമില്ല എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ബനു ഇസ്രായേലുകാർ ചോദിച്ച സമാനമായ ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറഞ്ഞു പഠിപ്പിക്കാം. മാത്രമല്ല, അതൊന്നും വേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു വ്യക്തി വന്നുകൊണ്ട് പറയാണ്, മാഷാ അല്ലാഹു വശിഅത. പ്രവാചകരെ, അള്ളാഹുവും താങ്കളും ഉദ്ദേശിച്ചത് പ്രകാരമാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുത്തു പറയുകയാണ്, അജഅൽതനി ലില്ലാഹി നിത്ത. നീ എനിക്ക്, അള്ളാഹുവിന് എന്നെ നീ സമനാക്കുകയാണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിന് പുറമെ അള്ളാഹുവിന് നൽകേണ്ട ഒരു ആരാധന, അള്ളാഹുവിന് മാത്രം നൽകേണ്ട ഒരു ആരാധന അള്ളാഹു അല്ലാത്ത ഒരു വ്യക്തിക്ക് നൽകുന്നതോടുകൂടി ആ വ്യക്തിയെ അവൻ ഇലാഹായിക്കൊണ്ട്, ആരാധ്യനായിക്കൊണ്ട് അവന് സ്വീകരിച്ചതിന് തുല്യമാണ് എന്ന് പ്രമാണങ്ങൾ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിവിടെ പറയാനുള്ള കാരണം, മക്കയിലെ മുശ്രിക്കുകൾക്ക് അള്ളാഹുവാണ് അവരെയും ഈ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചത് എന്ന വിശ്വാസം അവരിലുണ്ടായിരുന്നു. എന്നിട്ട് കൂടി അവരെക്കുറിച്ച് ഇസ്ലാം പരിചയപ്പെടുത്തിയത് അവർ ഷിർക്കിൻ്റെ ആളുകളാണ്. അവരായിട്ടാണ് ബദർ യുദ്ധം നടത്തിയത്, ഉഹദ് യുദ്ധം നടത്തിയത്, ഹുനൈൻ യുദ്ധം നടത്തിയത്, ഖന്തഖ് യുദ്ധമൊക്കെ നടത്തിയത് ഇത്തരം
വിശ്വാസമുള്ള ആളുകളുമായിട്ടാണ്. വല ഇൻസ അൽത്തഹും, പ്രവാചകരെ താങ്കൾ അവരോട് ചോദിക്കുകയാണ് എങ്കിൽ, മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആരാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് എന്ന് പ്രവാചകരെ താങ്കൾ അവരോട് ചോദിക്കുകയാണ് എങ്കിൽ, വസഖറ ശംസ വൽ ഖമർ, പിന്നെ സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നവൻ ആരാണ് എന്ന് ചോദിക്കുകയാണ് എങ്കിൽ, ലയഖൂലുന്നല്ലാഹ്, അവർ മറുപടി പറയും ഇതൊക്കെ ചെയ്തത് അള്ളാഹു ആണ്. ഫഅന്നാ യുഫകൂൻ, ഇതൊക്കെ അറിഞ്ഞിട്ടും പിന്നെ എങ്ങനെ നിങ്ങൾ അള്ളാഹുവിന് കൊടുക്കേണ്ട ആരാധന മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കാൻ പറയാം. അപ്പോൾ ആയത്തിൻ്റെ അർത്ഥം മനസ്സിലായിനെ? വിശദീകരണം മനസ്സിലായിനെ? ആരൊന്ന് ഓതുക. ഒരാൾ ഓതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولئن سألتهم من خلق السماوات والأرض والشمس والقمر ليقولن وأنى يؤفكون. ഇതിന് ശേഷമുള്ള ആയത്ത് മുശ്രിക്കീങ്ങൾ എപ്പോഴും പാവപ്പെട്ട മുസ്ലിമീങ്ങളെ കളിയാക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളാണ് സത്യത്തിൻ്റെ ആളുകൾ എന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് എന്താ പൈസ ഇല്ലാത്തത്? പൈസയും പദവിയുമെല്ലാം ഞങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ ചെയ്യുന്നതാണ് അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനമെങ്കിൽ എന്തുകൊണ്ടാണ് അള്ളാഹു നിങ്ങൾക്ക് പണം തരാത്തത്, പദവി നൽകാത്തത് എന്ന് മുശ്രിക്കുകൾ പാവപ്പെട്ട അടിമകളായ സമൂഹത്തിൽ ഒരു വിലയും കൽപ്പിക്കാത്ത സ്ഥാനത്തുണ്ടായിരുന്ന മുസ്ലിമീങ്ങളെ നോക്കി എപ്പോഴും സംസാരിച്ചിരുന്ന കാര്യം. അപ്പോൾ അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുക്കുകയാണ്. അല്ലാഹു യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിറു ലഹു. അല്ലാഹു യബ്സുത്തു റിസ്ഖ, അള്ളാഹു ഉപജീവനത്തെ അത് നന്നായി കൊടുക്കും. ലിമൻ യശാഉ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് റിസ്ഖിനെ വിശാലമാക്കി കൊടുക്കും. മിൻ ഇബാദിഹി, അവൻ്റെ അടിമകളിൽ നിന്ന്. വയഖ്ദിറു ലഹു, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കുറച്ചും കൊടുക്കും, ചിലർക്ക് തീരും കൊടുക്കൂല. ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. നന്നായി അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുക. ഇതൊരു വ്യക്തിയിൽ തന്നെ ഉണ്ടാകും. ഒരാൾക്ക് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ നല്ല പൈസ ഉള്ള ആളായിരിക്കും. പിന്നീട് ശേഷമുള്ള കാലയളവിൽ ഒരു ദരിദ്രനെ പോലെ ജീവിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്ന കാര്യം ആണ് ഇത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിറു ലഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് റിസ്ഖിനെ വിശാലമാക്കി കൊടുക്കും. വയഖ്ദിറു ലഹു, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് റിസ്ഖിനെ കുടുസാക്കി കൊടുക്കുകയും ചെയ്യും. ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അള്ളാഹു അറിയുന്നവനാകുന്നു. ശേഷമുള്ള ആയത്തിൽ അള്ളാഹു പറയാണ്, വല ഇൻ സഅൽതഹു, പ്രവാചകരെ താങ്കൾ മക്കയിലെ മുശ്രിക്കുകളോട് ചോദിക്കുകയാണ് എങ്കിൽ, മൻ നസ്സല മിനസ് സമാഇ മാഅ, മൻ ആരാണ്, നസ്സല ഇറക്കുന്നത്, മാഅൻ മിനസ് സമാഇ മാഅൻ ആകാശത്തു നിന്ന് വെള്ളത്തെ ആരാണ് നിങ്ങൾക്ക് ഇറക്കി തരുന്നത് എന്ന് പ്രവാചകരെ താങ്കൾ അവരോട് ചോദിക്കുകയാണ് എങ്കിൽ, ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ, ഫഅഹ്യാ ആരാണ് ജീവിപ്പിക്കുന്നത്, ബിഹി ആ മഴ കൊണ്ട്, അൽ അർള ഭൂമിയെ, മിൻ ബഅദി മൗതിഹാ ഭൂമി മരിച്ചതിനു ശേഷം അഥവാ ഭൂമി വറ്റി വരണ്ടതിന് ശേഷം അതിലുള്ള സസ്യങ്ങളെല്ലാം നശിച്ചതിനു ശേഷം മഴ ഇറക്കുകയും ആ മഴ കൊണ്ട് വറ്റി വരേണ്ട ഭൂമിയിൽ, ഉണങ്ങി വരേണ്ട ഭൂമിയിൽ സസ്യങ്ങളെ വീണ്ടും പിന്നെ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ് എന്നും പ്രവാചകരെ മക്കയിലെ മുശ്രിക്കുകളോട് താങ്കൾ ചോദിക്കുകയാണ് എങ്കിൽ, ലയഖൂലുന്നല്ലാഹ്, അവർ പറയും അല്ലാഹുവാണ്. ഖുലിൽ ഹംദുലില്ലാ, പ്രവാചകരെ അൽഹംദുലില്ലാ, അള്ളാഹുവിന് സർവ്വസ്തുതികളും താങ്കൾ അർപ്പിക്കുക. കാരണം അവർക്കിനി ഒതിർ ബോധ്യപ്പെടുത്താനില്ല. ഇതൊക്കെ ചെയ്യുന്നത് അള്ളയാണ് എന്ന് വിശ്വസിക്കുക. സൃഷ്ടിക്കുന്നതും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും, വമയുദബ്ബിറുൽ അംർ, ആരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയാം അള്ളയാണ്. ഈ വിശ്വാസങ്ങളൊക്കെ അവർക്കുണ്ട്, എന്നിട്ടും അവർ ശിർക്ക് ചെയ്യുകയാണ് എങ്കിൽ പ്രവാചകരെ ഇനി ഒരു ഉസ്ർ അവർക്ക് ബോധ്യപ്പെടുത്തുവാൻ, ഒരു ന്യായീകരണം അള്ളാഹുവിൻ്റെ മുന്നിൽ പറയാൻ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് പ്രവാചകരെ ഖുലിൽ ഹംദുലില്ലാ, അള്ളാഹുവിന് നിങ്ങൾ സർവസ്തുതികളും അർപ്പിക്കുക. ബൽ അക്സറുഹും ലാ യഅഖിലൂൻ, എന്നാൽ അക്സറുഹും അവരിൽ ഭൂരിഭാഗം ആളുകളും ലാ യഅഖിലൂൻ കാര്യങ്ങൾ ചിന്തിക്കുന്നില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മുശ്രിക്കുകളോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇനിയോ, വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ ലഹ്വുൻ വലഇബ്, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം, വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ, ഈ ദുനിയാവിക ജീവിതം അല്ല
എന്തല്ലാതെ ഇല്ലാ ലഹുവൻ വലഇബുൻ, വിനോദങ്ങളും കളികളുമല്ലാതെ മറ്റൊന്നുമല്ല ഈ ദുനിയാവിക ജീവിതം. വ ഇന്ന ദാറൽ ആഖിറത, തീർച്ചയായും പാരത്രികമായ ജീവിതമാണ് ലഹിയൽ ഹയവാൻ, പരിപൂർണമായ ജീവിതം, അഥവാ എല്ലാം തികഞ്ഞ ജീവിതം, യഥാർത്ഥ ജീവിതം, സത്യമായ ജീവിതം. അത് ദുനിയാവിക ജീവിതമല്ല, അത് ആഖിറത്തിലുള്ള ജീവിതമാണ്. ലൗകാനു യഅലമൂൻ, അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവർക്കിത് കണ്ടെത്താൻ പറ്റും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കാം. അപ്പോൾ ദുനിയാവിക ജീവിതത്തിന് ഇസ്ലാമിൽ യാതൊരു പ്രാധാന്യവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞില്ലേ, അല്ലാഹു എങ്ങാനും ലൗകാനത്തി ദുനിയ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഅഉല്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ എങ്ങാനും ദുനിയാവിന് ഒരു കൊതുകിൻ്റെ ചിറകിനോളം വില അള്ളാഹു കൽപ്പിച്ചിരുന്നുവെങ്കിൽ മാ സഖാ കാഫിറൻ മിൻഹ ശുർബത മാഇ, ഒരു കാഫിറിനെ കൊണ്ട് ഒരു മുറുക്ക് വെള്ളം ദുനിയാവിൽ അള്ളാഹു കുടിപ്പിക്കൂലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ഈ ദുനിയാവിനുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ അടുത്ത് ഒരു ഈച്ചയുടെ ചിറകിനോളം പോലുമുള്ള ഒരു വില അള്ളാഹു കൽപ്പിക്കുന്നില്ല. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ്. അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ട നമ്മളെ ഉമ്മ, നമ്മുടെ ഉപ്പ, നമ്മൾ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണം എന്ന് വിചാരിച്ചു, ഒരു കാര്യം കൊടുക്കണം എന്ന് വിചാരിച്ചു, നമ്മളൊരു വിലയും കൽപ്പിക്കാത്തൊരു സാധനം ഉമ്മ കൊണ്ടുപോയി കൊടുക്കുമോ? ഉപ്പ കൊണ്ടുപോയി കൊടുക്കുമോ? ഇല്ല. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അവൻ്റെ അടിമകൾക്ക് ചിലപ്പോൾ അവനൊരു കൊതുകിൻ്റെ ചിറകിനോളം വില നൽകാത്ത ദുനിയാവിൽ നിന്ന് ചിലപ്പോൾ ഒന്നും കൊടുത്തില്ല എന്ന് വരും. അത് കൊടുത്തില്ല എങ്കിലും അവൻ എല്ലാ വിലകളും കൽപ്പിക്കുന്ന, അവൻ മഹത്തരമായി കാണുന്ന സ്വർഗം അത് അവർക്ക് മാത്രം കൊടുക്കാനുള്ളതാണ് എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിനൊക്കെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാൻ സാധിക്കും. അല്ലാഹു പറയണം, വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ, ഈ ദുനിയാവിക ജീവിതം ഇല്ല ലഹൂൻ വലഇബുൻ, വിനോദങ്ങളും കളികളുമല്ലാതെ മറ്റൊന്നുമല്ല. വ ഇന്ന ദാറൽ ആഖിറത, തീർച്ചയായും പരലോക ജീവിതം എന്നുള്ളത് ലഹിയൽ ഹയവാൻ, അതാണ് യഥാർത്ഥ ജീവിതം. ലൗകാനു യഅലമൂൻ, അവർ കാര്യങ്ങൾ വിശ്വസിച്ച് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ശേഷമുള്ള ആയത്തിൽ മുശ്രിക്കീങ്ങളുടെ വിഷയം തന്നെ പറയാം. ഫഇദാ റക്കിബൂ ഫിൽ ഫുൽക്, അവർക്ക് വിശ്വാസം മാത്രമല്ല, ശ്രദ്ധിക്കണം, ഈ ഭൂമിയും പ്രപഞ്ചവും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, മഴ ഇറക്കുന്നത് അള്ളാഹുവാണ്, ലോകത്തിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്, ഇതെല്ലാം ചെയ്യുന്നത് അള്ളാഹുവാണ് എന്ന് വിശ്വസിക്കുക മാത്രമല്ല, അവർ അള്ളാഹുവിന് വേണ്ടി ആരാധനകളും അർപ്പിച്ചിരുന്നു. അതാണ് അള്ളാഹു പറയുന്നത്, ഫഇദാ റക്കിബൂ ഫിൽ ഫുൽകി, അവരെങ്ങാനും ഒരു കപ്പലിൽ കയറിയാൽ, വെള്ളത്തിലൂടെ സമുദ്രത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ, ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട് ആത്മാർത്ഥമായിക്കൊണ്ട് അവർ പ്രാർത്ഥിക്കുമായിരുന്നു. കപ്പലിൽ കയറി വല്ല പ്രയാസവും, സമുദ്രത്തിൽ വല്ല പ്രയാസവും നേരിട്ട് കഴിഞ്ഞാൽ ഓരപ്പം ലാത്തിനെ വിളിക്കൂല, ഉസ്സനെ വിളിക്കൂല, മനാത്തിനെ വിളിക്കൂല, ഹുബുലിനെ വിളിക്കൂല, ഓല് വിളിക്കുക അള്ളാഹുവിനെ മാത്രമായിരിക്കും. അതും അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട് നിഷ്കളങ്കരായിക്കൊണ്ട് അവർ വിളിക്കും. ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി, ഇനി ആ സമുദ്രത്തിൽ നിന്ന് അള്ളാഹുവെ മാത്രം വിളിച്ച് ഒരു മുത്തറിൻ്റെ പ്രാർത്ഥന, അമ്മ യുജീബുൽ മുത്തറ ഇദാ ദഅാഹു, ഒരു പ്രയാസത്തിൽ അകപ്പെട്ട് നിൽക്കുന്നവൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നതാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹു അവൻ്റെ പ്രയാസം നീക്കിക്കൊടുത്താൽ, ഫലമ്മാ നജ്ജാഹും, അവരെ രക്ഷപ്പെടുത്തുകയും ഇലൽ ബർരി, കരയിലേക്ക് അവരെ രക്ഷപ്പെടുത്തിയാൽ ഇദാഹും യുശ്രികൂൻ, പിന്നെ വല്ലത് ചെയ്യുക, പഴയമാതിരി ഇവിടെ ലാത്തക്കും ഉസ്സക്കും മനാത്തക്കും ഒക്കെ ആരാധനകൾ അർപ്പിക്കുകയും ചെയ്യൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പോൾ എത്രമാത്രം, അപ്പോൾ ഒരു മുശ്രിക്കിൻ്റെ വിശ്വാസം, മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസവും പ്രവർത്തനവും എത്രമാത്രമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർ അള്ളാഹുവോട് പ്രാർത്ഥിച്ചിരുന്നു, അള്ളാഹുവിന് ആരാധനകൾ അർപ്പിച്ചിരുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നില്ലേ, റസൂലേ, ഞാൻ ജാഹിലിയ കാലഘട്ടത്തിൽ മുസ്ലിം ആകുന്നതിന് മുമ്പ് ഞാൻ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഇഅ്തികാഫിരിക്കണമെന്ന് നേർച്ച നേർന്നിട്ടുണ്ട്, ഞാനത് വീട്ടണോ? റസൂൽ പറഞ്ഞു, ഔഫി ബിനദിരിക്, നീ നിന്റെ നേർച്ച പൂർത്തീകരിക്കുക. അപ്പോൾ അന്നും അള്ളാഹുവിന് വേണ്ടി അവർ ഒരുപാട് ആരാധനകൾ അർപ്പിച്ചിരുന്നു. എവിടെയാണ് അവർക്ക് തെറ്റുപറ്റിയത്? അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോൾ, അള്ളാഹിനോട് ഇസ്തിഗാസ നടത്തുമ്പോൾ അപ്പുറത്ത് പോയിട്ട് ലാത്തനോട് ഇസ്തിഗാസ നടത്തും, മനാത്തനോട് ഇസ്തിഗാസ നടത്തും. അള്ളാഹുവിന് നേർച്ച തരുമ്പോൾ, അള്ളാഹുവിന് വേണ്ടി അറിവ് നടത്തുമ്പോൾ ഇപ്പുറത്ത് പോയിട്ട് ലാത്തക്കും ഉസ്സത്തും അറിവുകൾ നടത്തും. അള്ളാഹുവിന് വേണ്ടി നേർച്ച നേരുമ്പോൾ അള്ളാഹു അല്ലാത്ത ആളുകൾക്കും ഇവരെ നേർച്ച നേരും. അവിടെയാണ് അവർക്ക് ചെയ്തത് തെറ്റ് പറ്റിയത് എന്ന് പ്രമാണങ്ങൾ സൂചിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അള്ളാഹു പറയുന്നത്, ഫൈദാ റക്കിബൂ ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ,
അവരിങ്ങനെ കപ്പലിലൂടെ യാത്ര ഇങ്ങനെ ചെയ്യാനെന്നുണ്ടെങ്കിൽ ഒരു പ്രയാസം അവർക്ക് ബാധിച്ചാൽ ദഅവുള്ള അവർ അള്ളാഹുവെ വിളിക്കും. എങ്ങനെ വിളിക്കുക? മുഖ്ലിസീൻ, ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായി, ലഹുദ്ദീൻ അവന് കീഴ്പ്പെട്ടുകൊണ്ട് വിളിക്കും. ഫലമ്മ നജ്ജാഹും ഇലൽ ബർരി, കരയിലെത്തിയാലോ ഇദാഹും യുശ്രികൂൻ, ഒരു പഴയ പോലെ ഷിർക്ക് ചെയ്യുകയും ചെയ്യും. ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ റളിയല്ലാഹു അൻഹു ആരാണ്? അബൂജഹലിൻ്റെ മകനാ. ഫിറഔന ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഫിറഔൻ എന്ന് അൽഹംദുലില്ലാഹ്, ഈ ഉമ്മത്തിലെ ഫിറഔൻ എന്ന് വിളിപ്പേര് കിട്ടിയവനാണ് ആര്? അബൂജഹൽ. അബൂജഹലിൻ്റെ മകനാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കീഴടക്കി പോകുന്നു. 4 ആളുകളെ ആരും ഒന്നും കാട്ടരുത്. സ്വന്തം വീട്ടിലേക്ക് കയറിയിരുന്നവൻ ഓന് ആമിനാണ്, ഓനൊന്നും ചെയ്യൂല. അബൂ സുഫിയാൻ്റെ വീട്ടിലേക്ക് കയറിയവൻ അവന് ആരും ഒന്നും ചെയ്യൂല എന്ന് പറഞ്ഞു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 ആളുകളെ പറഞ്ഞു, ഇവരങ്ങൾ കഅബയുടെ കില്ലയിൽ പിടിച്ചുകൊണ്ടാണ് ഓല് നിൽക്കണമെന്നുണ്ടെങ്കിലും ഓലങ്ങൾ കൊല്ലണം എന്നാണ്. അതിൽ പേരെന്നെ ആളാണ് ആര്? ഇക്രിമ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പേടിച്ചു. അദ്ദേഹം നേരെ ഓടുകയാണ്. എങ്ങോട്ട്? യമനിലേക്ക് യാത്ര ചെയ്യുക. യമനിലേക്ക് ഹിജറ പോകാൻ തീരുമാനിച്ചു. ഇനി ഇവിടെ നിൽക്കാൻ പറ്റൂല, കൊല്ലാൻ തീരുമാനിച്ചിട്ടിട്ട് ഭാര്യ ഇസ്ലാം സ്വീകരിച്ചു. ഇക്രിമ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ഇസ്ലാം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, നബിയെ, എൻ്റെ ഭർത്താവ് നാട് വിട്ടു പോവുകയാണ്, കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ടാണ്, അതുകൊണ്ട് ആ വിധിയൊന്ന് മാറ്റണം, ഒരു തീരുമാനം മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു ആമിൻ, ഓനൊന്നും ആരും ചെയ്യൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറയുന്നുണ്ട്. പക്ഷേ ഇക്രിമ റളിയല്ലാഹു അൻഹു യമനിലേക്ക് പോകാൻ തീരുമാനിച്ചു. കപ്പലിൽ കയറിയപ്പോൾ അവരെ വലിയ കൊടുങ്കാറ്റ് പിടിപെട്ടു. ഫഖാല അസ്ഹാബു സഫീന ലി അഹ്ലി സഫീന, കപ്പലിൻ്റെ ആളുകൾ, കപ്പിത്താനും മറ്റുള്ള ആളുകളൊക്കെ കപ്പലിൽ സഞ്ചരിക്കുന്ന ആളുകളോട് പറഞ്ഞു, അഖ്ലിസൂ ലില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിച്ചോളി, അള്ളാഹിനോട് പ്രാർത്ഥിച്ചോളി. ഫഇന്ന ആലിഹതകും ലാ തുഗ്നി അൻകും ഷൈഅൻ ഹാഹുന, ഇവിടെ നിന്ന് ഇപ്പോൾ സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. നിങ്ങളെ ലാത്തിനും ഉസ്സനും മനാത്തിനും വിളിച്ചിട്ട് ഇഞ്ഞു ഉപകാരമില്ല, ഇഞ്ഞു വിളിച്ചോളി പടച്ചോനെ എന്ന് കപ്പലിൽ സഞ്ചരിക്കുന്ന ആളുകളോട് പറഞ്ഞു. ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പോൾ ഇക്രിമ റളിയല്ലാഹു അൻഹു കുറച്ച് ബുദ്ധിയുള്ള കൂട്ടത്തിലാണ്. ഇക്രിമ റളിയല്ലാഹു അൻഹു ഇത് ചിന്തിക്കുകയാണ്. ഇക്രിമ റളിയല്ലാഹു അൻഹു പറയാണ്, ലഇല്ലം യുനജ്ജിനി ഫിൽ ബഹരി ഇല്ലൽ ഇഖ്ലാസ് മാ യുനജ്ജിനി ഫിൽ ബർരി ഗൈറുഹു, കടലിൽ എന്നെ അള്ളാഹു മാത്രമാണ് സംരക്ഷിക്കാനുള്ളത് എങ്കിൽ കരയിലും പിന്നെ അള്ളാഹു അല്ലാതെ വേറെ ആരാണ് എന്നെ സംരക്ഷിക്കാനുള്ളത്, രക്ഷിക്കാനുള്ളത് എന്ന് ഇക്രിമത്ത് ബിൻ അബീ ജഹൽ റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്. എന്നിട്ട് അള്ളാഹുവോട് അവിടെ ഒരു കരാറിനെ ഇക്രിമ റളിയല്ലാഹു അൻഹു കൊടുക്കുക. അള്ളാഹുവേ, എന്നെ നീ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാൽ, ഞാൻ കരയിലെത്തിയാൽ ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോകും. ഫഅളഉ യദീ ഫീ യദിഹി, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൈ കൊടുത്ത് ഞാൻ ബൈഅത്ത് ചെയ്യുക തന്നെ ചെയ്യും എന്ന് ഇക്രിമത്തിന് അബീ ജഹൽ റളിയല്ലാഹു അൻഹു അങ്ങനെ സംഭവം ഇങ്ങനെ നടക്കുമ്പോൾ അള്ളാഹ്ക്ക് കൊടുത്ത വാക്കാണ്. ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹ് രക്ഷപ്പെടുത്തിയപ്പോൾ കരയിലെത്തി. ഇക്രിമത്തിന് അബീ ജഹൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയി ഇസ്ലാം സ്വീകരിച്ചു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ എന്തായിരുന്നു അവരുടെ ജീവിതത്തിൽ എത്രമാത്രം അവരും ഇഖ്ലാസോട് കൂടി അള്ളാഹുവോട് പ്രാർത്ഥിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇനി അള്ളാഹ് പറയാം, ലിയക്ഫുറു ബിമാ ആതാഹും വലിയതമത്തഉ ഫസൗഫ യഅലം. എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ അവരെ രക്ഷപ്പെടുത്തി അല്ലേ? മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹ്ക്ക് ഷിർക്ക് ചെയ്തു കഴിഞ്ഞാലും ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, അള്ളാഹു അവരെ രക്ഷപ്പെടുത്തുന്നു. എന്നിട്ടും അവരെന്താ ചെയ്യണത്? ഷിർക്കാണ്. അപ്പോൾ അള്ളാഹ് പറയാണ്, ലിയക്ഫുറു, നിങ്ങൾ നിഷേധിക്ക്, ബിമാ ആതൈനാഹും, നിങ്ങൾക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടല്ലോ, ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ നിങ്ങൾ നന്ദികേട് കാണിക്കി. വലിയതമത്തഉ, നിങ്ങൾ ആസ്വദിച്ച് ജീവിക്കണം. ഒരു താക്കീലിൻ്റെ വർത്തമാനം. ഫസൗഫ യഅലമൂൻ, നിങ്ങൾക്ക് മനസ്സിലാവും ഇനി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ശേഷം അവരോട് പറയാണ്, ശേഷമുള്ള ആയത്ത് അറിയാനൊരു സാഹചര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ പല ആളുകൾക്കും സത്യം മനസ്സിലായി. അപ്പോൾ ഓല് പറയാം, ഞങ്ങളിപ്പോൾ എങ്ങനെ ഇസ്ലാം സ്വീകരിക്കാം? ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശത്രുക്കൾ ഇവിടെ വന്നിട്ട്
ഞങ്ങൾ ആക്രമിക്കും, ഞങ്ങളെ റാഞ്ചിയെടുക്കും, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇസ്ലാം സ്വീകരിക്കാൻ കഴിയൂല എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അള്ളാഹ് ആയത്തിറക്കി, അവലം യറൗ അന്നാ ജഅൽനാ ഹറമൻ ആമിനൻ. അവർ കാണുന്നില്ലേ, അവർ താമസിക്കുന്ന സ്ഥലം ഹറം അള്ളാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വമുള്ളതാക്കി മാറ്റിയിരിക്കുന്നു. വയുതഖത്തഫു നാസു മിൻ ഹൗലിഹിം. എന്നാൽ ഹറമിന് ചുറ്റുമുള്ള സ്ഥലത്തിൽ ജീവിക്കുന്ന ആളുകളോ, അവരെ പലരും വന്ന് റാഞ്ചി എടുക്കുന്നുണ്ട്, ഉപദ്രവിക്കുന്നുണ്ട്. നമുക്കാർക്ക് ആ വിഷയമുണ്ടോ? ഇല്ല, അവരാരും ഉപദ്രവിക്കാൻ വരുമായിരുന്നില്ല. വലിയ ബഹുമാനം മറ്റുള്ള ആളുകളുടെ മനസ്സിൽ ഇട്ടുകൊടുത്തിരുന്നു. അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അഫബിൽ ബാത്തിലി യുഅ്മിനൂൻ വബിനിഅമത്തില്ലാഹി യക്ഫുറൂൻ. അള്ളാഹ് ചോദിക്കാണ്, നിങ്ങൾ ഈ ബാത്തിലാണോ പിന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത്? വബിനിഅമത്തില്ലാഹി യക്ഫുറൂൻ, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണോ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കാൻ. അള്ളാഹ് ചോദിക്കാൻ, നിങ്ങൾക്ക് നിങ്ങളെ ശിർക്ക് ചെയ്യുന്നവരായിരിക്കെ തന്നെ ഹറമിൽ നിങ്ങൾക്ക് ജീവിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു തആല നിർഭയത്വം നൽകിയെങ്കിൽ, നിങ്ങൾ തൗഹീദുള്ളവരായാൽ പിന്നെ എങ്ങനെയാണ് അള്ളാഹു ആ നിർഭയത്വം എടുത്തു കളയുക എന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല അവരോട് സംസാരിക്കുകയാണ്. ഖുലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിലിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും.